ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് ഈ കിണറ്റിൽ പുലി വീണ വിവരം പ്രദേശവാസിയായിട്ടുള്ള ഷിബി എന്ന വീട്ടമ്മ അറിയുന്നത്. ഉടൻ തന്നെ പരിസരവാസികളെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും RRT ടീമൊക്കെ തന്നെ പ്രദേശത്തേക്ക് എത്തി. അതിനുശേഷം ഈ പുലിയെ മയക്കുവെടി വെച്ച് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ആദ്യം ആലോചിച്ചത്. വെറ്ററിനറി ഡോക്ടർമാരടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി കാര്യങ്ങൾ പരിശോധിച്ചു. പുലിയെ മയക്കുവെടി വെച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അപ്രായോഗികമാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സിനെ സമീപിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വലയുമായി എത്തി ഈ വല താഴേക്ക് ഇറക്കി പുലിയെ അതിലേക്ക് കയറ്റി. വലയിൽ കയറ്റിയ പുലിയെ വീണ്ടും നേരെ മുകളിലേക്ക് എത്തിക്കുകയും 2 കമ്പ് ഉപയോഗിച്ച് വലിയ തടിക്കഷ്ണം ഉപയോഗിച്ച് ആ വല തമ്മിൽ ബന്ധിപ്പിച്ച് താഴേക്ക് കൊണ്ടുപോവുകയും വനംവകുപ്പ് താഴെ സ്ഥാപിച്ചിരുന്ന കൂട്ടിലേക്ക് ആ പുലിയെ മാറ്റുകയുമായിരുന്നു. പുലി പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ പറയുന്നത്. 6 മുതൽ 7 വയസ്സ് വരെ പ്രായമുണ്ടാകാൻ സാധ്യതയുള്ള പുലിയാണ് എന്ന് DFO പറയുന്നു. ദൗത്യം ശ്രമകരമായിരുന്നു. എന്തായാലും ഇതിനെ തൽക്കാലം ഇപ്പൊ അമ്പന സ്റ്റേഷനിലേക്ക് മാറ്റുകയാണ്. ഏറെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ് പൂർത്തിയായത്. ആ ദൗത്യത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ പങ്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇടുങ്ങിയ ഒരു കിണറായിരുന്നു. അതിൽ തന്നെ ഒരു 3 അടിയോളം വെള്ളമുണ്ടായിരുന്നു. ഈ നെറ്റിനുള്ളിൽ പുലിയെ അതിനകത്ത് കയറ്റാൻ വളരെയേറെ പാടുപെട്ടു. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, വളരെ നാളുകളായി ഈ പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ്. പല സമയങ്ങളിലും വളർത്തുനായ്ക്കളെ അടക്കം രാത്രി കാലങ്ങളിൽ പുലി പിടിച്ചുകൊണ്ട് പോകുന്നത് പതിവാണ്. ഫോറസ്റ്റിനെ ഡിപ്പാർട്ട്മെന്റിന് എന്തെങ്കിലും വന്യമൃഗങ്ങളുടെ സാന്നിധ്യം അറിയിക്കുമ്പോൾ അവർ വരുന്നുണ്ട്, ഓടിച്ചു കളയുന്നുണ്ട്. അത് മാത്രമേ നടക്കുന്നുള്ളൂ, അല്ലാതെ ഒരു സ്ഥിരമായ ഒരു പരിഹാര മാർഗം ഉണ്ടാകുന്നില്ല. ആനയുണ്ട്, പുലിയുണ്ട്, കടുവയുണ്ടെന്ന് പറഞ്ഞ് എല്ലാ ജീവികളുമായി പേടിച്ച് ഇപ്പൊ ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ. ആനയുടെ ശല്യം തുടങ്ങി 3-4 വർഷമായി. കുറച്ചുകാരോടെല്ലാം പറഞ്ഞ് അവരിപ്പോ എന്തോ ചെയ്യാനാ. ഇന്നലെ ആനയും പുലിയും കൂടെ ആയിരുന്നു ബഹളം. എന്റെ മുമ്പിൽ കൂടെ ഓടിപ്പോയി. അവിടെ ഞാൻ വിചാരിച്ച് പന്നിയായിരിക്കും കെറ്റി വീണ സൗണ്ട് കേട്ടപ്പോ. റിസർവ് വനമാണെങ്കിൽ പോലും പ്രദേശത്ത് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം തന്നെയാണ്. രാത്രികാലങ്ങളിൽ ജനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഭയപ്പെടുന്ന ഒരവസ്ഥയിലാണ്. ഒപ്പം തന്നെ കുട്ടികളെ സ്കൂളിൽ വിടാൻ പോലും ഭയന്ന് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഈ പുലി കിണറ്റിലേക്ക് വീണ ഒരു സാഹചര്യം കൂടി ഉണ്ടായ അവസ്ഥയിൽ ജനങ്ങൾ കൂടുതൽ ആശങ്കയിലാണ്, ഭയത്തിലാണ്. ക്യാമറമാൻ ഷാനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.